ഗൈസ്, അപ്പം നമ്മളിന്ന് നോക്കാൻ പോണത് എൻ്റെ വീട്ടിലെ ഓഡിയോ സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ JBL 1200 ഉണ്ടാക്കിയെടുത്ത ഒരു സെറ്റപ്പ് ആമ്പാണ് അന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ആമ്പ് എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം പവർഫുള്ളിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 300 വാട്ട് RMS ഔട്ട്പുട്ടൊക്കെ കിട്ടുന്ന വിധത്തിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു JBLൻ്റെ 1200 മോഡൽ വരുന്ന ഒരു സബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ്. ഇതിപ്പോൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആമ്പാണ്. സ്റ്റീരിയോ 2.1 ആണ്. അപ്പോൾ അത് സ്റ്റീരിയോയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന TDS7294 ഐസ് വരുന്ന DTECൻ്റെ ബോർഡാണ്. പിന്നെ ഇതിൽ ഒരു സബിനായിട്ടൊരു മോസ്ഫെറ്റിൻ്റെ ബോർഡും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആ JBL 1200 വരുന്ന മോഡലിന് അത്യാവശ്യം പവർ കൊടുക്കാൻ തന്നെ ഈ ആമ്പിന് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ സപ്ലൈ ആയിട്ട് വരുന്നത് 27027 ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിലിപ്പോൾ ഒരു 10% വോളി കിട്ടാതെ തന്നെ റൂമിലെ ജനലും അലമാരയൊക്കെ നല്ലപോലെ ജർക്കിങ് ആവുന്നുണ്ട്. അത് അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ആമ്പാണ് നമ്മൾ പണിതെടുത്തിരിക്കുന്നത്. ആമ്പെന്ന് മാത്രമല്ല, JBL 1200 സ്വതവേ ഒരു നല്ല പവർഫുള്ളായിട്ടുള്ളൊരു സബ്ബാണ്. പിന്നെ ഒരു 12 ഇഞ്ചിൻ്റെ സബ്ബാകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനും നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. ഇതിലിപ്പോൾ 2 ചാനലിനായിട്ട് സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നത് ജാക്സൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓവൽ സ്പീക്കേഴ്സാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ. പിന്നെ വോളിയം കുറച്ച് പീക്കിലോട്ട് ഇടുമ്പോൾ ചെറിയൊരു ചെതറിപ്പ്. നമ്മൾ ഓൾറെഡി ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അത് എടുത്തൊന്നും കാണിച്ചു തരാൻ പറ്റാത്തല്ല. നമുക്ക് എടുത്ത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക്. അതുപോലെ പവർഫുള്ളായിട്ടുള്ള ആമ്പുകൾ സെറ്റാക്കി എടുക്കണം എന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്.